അമല് അടുത്ത കൊല്ലത്തെ പാഠപുസ്തകത്തിൽ അതെ 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 അതിനെ കുറിച്ച് ഞാൻ ചോദിക്കാൻ വരുന്നത്. അടുത്ത വർഷത്തെ പാഠപുസ്തകത്തിൽ, അതായത് ഒരു വലിയ ഭാഗ്യമാണ്. വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അമലിന്റെ പിന്നെ പഠനകാലം കഴിഞ്ഞതിന് ശേഷമല്ല, അമൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അമൽ സ്കൂൾ വിദ്യാഭ്യാസത്തിലിരിക്കെ അമലിനെ കുറിച്ച് അമലിന്റെ അനിയത്തിമാര് അമലിനെ കുറിച്ച് വായിക്കും അടുത്ത വർഷം അല്ലേ. അമല് എന്തൊക്കെയാണ് അതിലുള്ളതെന്നുള്ളതിനെ കുറിച്ച് അമൽ എന്തൊക്കെ കാര്യങ്ങളാണ് അമലിനെ കുറിച്ച് അതിലുള്ളത്, അമലിന്റെ ആ പാഠഭാഗവുമായി സ്റ്റോറി ലൈനാണ്. അതായത് ഇന്റഗ്രേഷൻ എന്നുള്ള ഒരു പാഠ്യപദ്ധതിയാണ് ഇപ്പം പാഠ്യപദ്ധതി മൊത്തം മാറാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്റഗ്രേഷൻ എന്നുള്ള ഒരു പാഠ്യപദ്ധതി, പുതിയൊരു പാഠ്യപദ്ധതി ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കില് ആദ്യത്തെ യൂണിറ്റ് എന്റേതാണ്. ഓക്കെ, വെരി ഗുഡ്. ഏത് ക്ലാസ്സിലാണ്? 9th. അപ്പം അടുത്ത വർഷത്തെ 9th പാഠപുസ്തകത്തിലൂടെ അമൽ വീണ്ടും എല്ലാവരുടെ ഇടയിലേക്ക് എത്തുകയാണ്. കാരണം കുട്ടികൾ ഒരു സംഗതി പാഠപുസ്തകത്തിൽ വരിക എന്ന് പറഞ്ഞാൽ വലിയ ഇതല്ല, ചെറിയ കാര്യമല്ല. ശരിക്കും ചെയ്യേണ്ടത് പ്രൈമറി ക്ലാസ്സുകളിൽ ഇത്തരം കുട്ടികളെ കുറിച്ച് പാഠപുസ്തകത്തിൽ വരിക. ഇത്തരം കുട്ടികൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഹൈസ്കൂളൊക്കെ എത്തുമ്പോൾ ഇതിന്റെ കുറച്ചും കൂടി ഉയർന്ന തലത്തിൽ ഇതിന്റെ സോഷ്യൽ ഇഷ്യൂസ് കൈകാര്യം ചെയ്യുന്നത്. അത് ഹയർ സെക്കൻഡറിയും കോളേജുകളൊക്കെ എത്തുമ്പോൾ അതിന്റെ സയന്റിഫിക് ടേമുകളിലേക്ക് എത്തുന്ന എന്താണ് ഇതിന്റെ ഡിസീസ്, ഇതിന്റെ റെമഡീസ് എന്താണ്, പിന്നെ ഇത് നമ്മൾ നേരത്തെ ആവശ്യപ്പെടുന്നുണ്ട് ഡയറ്റിലൊക്കെ എന്നോ ഞാൻ ആവശ്യപ്പെട്ടാണ്. അപ്പോൾ പക്ഷെ എന്താ വെച്ചാല് അത് അമലിനെ കുറിച്ച് സ്റ്റോറി വരണം എന്നല്ല നമ്മൾ പറഞ്ഞത്, ഈ കുട്ടികളുടെ ടോട്ടൽ സാധനം വരണം. ഇങ്ങനെ കുട്ടീൻ്റെ ഇവർക്ക് സാമൂഹിക ജീവിതം സാധ്യമാണ്, അതിന് എന്ത് ചെയ്യണം, സോഷ്യൽ മറ്റേ എന്ത് ചെയ്യണം, എന്തൊക്കെ ഉള്ളത് എന്ത് ചെയ്യണം. അപ്പൊ അങ്ങനെ ആളെ നമ്മൾ കൂടെ ഉണ്ട് അവർക്ക് മനസ്സിലാവും. മറ്റത് അറിയില്ല, കുട്ടികൾക്ക് അറിയില്ല ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് എന്നുള്ളത്. അത് എന്താ പറയാ, നമ്മളെ ഇവർക്ക് സമയം കിട്ടിയില്ല, വരണം സമയം വന്നിട്ട്.